അത്രമേൽ വലിയ മതേതരവും ജനാധിപത്യ സംസ്കൃതികളെ സമ്മാനിച്ച മഹത്തായൊരു കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് നവനൂറ്റാണ്ട് സംഭാവന ചെയ്ത ആദരണീയായ പ്രിയങ്ക ഗാന്ധി MP നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. സ്നേഹപൂർവം നമ്മുടെ അഭിവന്ദ്യരായ നായകർ അവരെ ഈ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ ചടങ്ങുകൾ നമ്മുടെ വേദിയിൽ ആരംഭിക്കുന്നു. അജയ്യമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ, ഈ നാടിന്റെ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത രാജ്യത്തെ അത്രമേൽ സംഭാവനകൾ ചെയ്ത മഹത്തായൊരു കുടുംബ പാരമ്പര്യത്തിന്റെ കണ്ണിയായി വയനാടിന്റെ ചരിത്ര മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ ലോക്സഭയിൽ ഈ നാടിന്റെ ശബ്ദമായി മാറിയ രാജ്യത്തിന്റെ പ്രിയങ്കരി, വയനാടിന്റെ പ്രിയങ്കരി, നമുക്കേറെ ആദരണീയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി MP ഈ മഹാസംഗമത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ മഹത്തായ ഈ സംരംഭത്തിലെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന 51 സ്നേഹഭവനങ്ങളിലെ ഒരു ഭവനം പ്രിയങ്കരിയായ നമ്മുടെ MP സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നേതാക്കൾ അവരോട് അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നതായിരിക്കും. പരസഹസ്രം രക്തസാക്ഷികളുടെ ചുടുചോരകൾ വീണലിഞ്ഞ ഇന്ത്യയുടെ ചരിത്ര മണ്ണിൽ അജയ്യമായൊരു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കെട്ടിപ്പടുത്ത ഒരു കുടുംബത്തിലെ കന്യയായി പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി മതേതരത്വത്തിന്റെ മഹിത സംഭാവനകൾ ചെയ്ത് കുഞ്ഞോളങ്ങൾ കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്ത് സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായി രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ അംബാസഡറായ പാണക്കാട് കുടുംബത്തിലെ നമ്മുടെ അഭിവന്ദ്യരായ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊപ്പം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നമ്മുടെ അഭിവന്ദ്യരായ നേതാക്കൾക്കൊപ്പം നമ്മൾ നൽകുന്ന മുസ്ലിം ലീഗിന്റെ സ്നേഹമായ മുസ്ലിം ലീഗിന്റെ സ്നേഹ വീടുകൾ സന്ദർശിച്ച് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അഭിവന്ദ്യരായ ലീഡേഴ്സിന്റെ അനുഗമിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി MP നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. സ്നേഹപൂർവം, വിത്ത് മച്ച് പ്ലഷർ, heartily welcome our beloved MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി to the stage. പ്രിയമുള്ളവരെ, നമ്മുടെ ചടങ്ങുകൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മളെ പരിപാടി ഉടനെ തന്നെ തുടങ്ങുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗൾഫ്, പശ്ചിമേഷ്യയിലൊക്കെ ഒരു വല്ലാത്ത അന്തരീക്ഷമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഷോർട്ടായി നമ്മളെ പരിപാടി ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ടെങ്കിലും ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന പ്രാർത്ഥനയെ നമ്മളൊക്കെ മനസ്സിലിപ്പോൾ പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഷോർട്ടായിട്ട് സലാം സാഹിബിൻ്റെ ഒരു വെൽക്കം, അത് കഴിഞ്ഞ് തങ്ങളുടെ ഉദ്ഘാടനം, പ്രിയങ്കാജി സംസാരിച്ച് പിന്നെ പരിപാടി തുടരും. ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അതൈതനാ വബാരിക് ലനാ ഫീ ജമീഇ ഉമൂരിനാ വഖറസ്ബനാ ശർമാ ഖദൈത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا منك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. മഹാനായ കായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ കാലാതിജീയമായ ദർശനം സാക്ഷി, കായിദുൽ ഖൗം ബാഫക്കി തങ്ങളുടെ, സയ്യിദ് മില്ലത്ത് പൂക്കോയ തങ്ങളുടെ ആത്മീയ ഉത്കർഷം സാക്ഷി, മഹാനായ സീതി സാഹിബിന്റെ കലർപ്പിലേശാത്ത ആശയ സമ്പുഷ്ടത സാക്ഷി, മഹാനായ CHന്റെ സമർപ്പണവും സർഗധനതയും സാക്ഷി, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നറുനില പുഞ്ചിരി സാക്ഷി, ആറ്റപ്പൂ തങ്ങളുടെ നിശ്ചയദാർഢ്യം സാക്ഷി, അഹമ്മദ് സാഹിബിന്റെ ആഗോള പൗരത്വ വൈശിഷ്ട്യം സാക്ഷി, മുസ്ലിം ലീഗ് അത്ഭുതമാവുകയാണ്. ദ്രുതഭേദങ്ങൾ കനിഞ്ഞരുകിയ പാരിതോഷികങ്ങൾ ഏറ്റുവാങ്ങിയ
നിത്യഹരിതമായ വയനാടിന്റെ മലമടക്കിൽ സഹ്യസാനുവിന് കീഴെ മുസ്ലിം ലീഗ് ചരിത്രം കുറിക്കുകയാണ്. വാക്ക് പാലിക്കുകയാണ്. കഷ്ടപ്പെടുന്നവന്റെ കരം പിടിക്കുകയാണ്. കാര്യം പഠിക്കുകയാണ്. കണ്ണ് തുടക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്. ഈ ചരിത്ര മഹാസംഗമത്തിന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് സ്വാഗതം ആശംസിക്കുന്നു. ആദരണീയരായ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, നാട്ടുകാർ, ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ആദ്യ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ഈ വയനാടുണ്ടായ ദുരന്തത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ദുരന്തത്തിനിരയായ 87 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അതിൽ 51 കുടുംബങ്ങൾക്കാണ് നമ്മളിപ്പോൾ താക്കോൽ കൈമാറുന്നത്. ആ ദുരന്തത്തിൻ്റെ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2024 ജൂലൈ മാസം 30 ദുരന്തമുണ്ടായ അന്നു മുതൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്, ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ആദ്യ മിനിറ്റ് മുതൽ മുന്നിൽ നിന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അന്ന് പുലർച്ചെ ഈ വിവരം അറിഞ്ഞപ്പോൾ വയനാട്ടിൽ ആദ്യം ഓടിയെത്തിയത് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിരുന്നു. തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ പോഷക സംഘടനകളും ഇങ്ങോട്ടിറങ്ങി. അന്ന് ഈ വയനാട്ടിൽ വന്ന് തമ്പടിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ കുട്ടികൾ 43 ദിവസം ഇവിടെ അക്ഷീണം, ഊണില്ലാതെ, ഉറക്കമില്ലാതെ, വിശ്രമമില്ലാതെ പണിയെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ, ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ, രക്ഷാപ്രവർത്തനത്തിൽ തുല്യതയില്ലാത്ത സേവനമാണ് വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകർ കാഴ്ചവെച്ചത്. ഇവിടുത്തെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, അവരെ കൊണ്ടുപോയി ക്യാമ്പുകളിൽ താമസിപ്പിക്കാൻ ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് പുനരധിവാസ പ്രക്രിയയിൽ അംഗമാകാൻ, പാലിയേറ്റീവ് കെയർ കൊടുക്കാൻ, സ്കൂളുകൾ ശുചിയാക്കാൻ, അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ സംഭരിച്ചെത്തിക്കാൻ, ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാനൊക്കെ മുസ്ലിം യൂത്ത് ലീഗ് കൂടെ ഒന്നും മാത്രമല്ല, രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, നമ്മുടെ പാലിയേറ്റീവ് കെയർ, അവർക്ക് തുടർ ചികിത്സകൾ നടത്തിക്കൊണ്ടിരുന്നു. മരണപ്പെട്ടവരെ മറമാടാൻ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയർമാരാണ് 43 ദിവസം തുടർച്ചയായി ഇവിടെ നിന്നു. ശ്രീ PK ഫിറോസിൻ്റെയും ഫൈസൽ ബാഫക്കി തങ്ങൾ നേതൃത്വം നൽകുന്ന വൈറ്റ് ഗാർഡ് സിറാജ് എന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ തുല്യതയില്ലാത്ത, താരതമ്യം ചെയ്യാൻ കഴിയാത്ത സേവനങ്ങൾ ഇവിടെ നൽകി. പാർട്ടി അവർക്ക് പിന്തുണ നൽകി. നമ്മൾ ഈ പുനരധിവാസ പ്രവർത്തനം മാത്രമല്ല, ഒരുപാട് സേവനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. 691 കുടുംബങ്ങളാണ് ഈ ദുരന്തത്തിന് ഇരയായത് എന്നാണ് സർക്കാർ കണക്ക്. ആ സർക്കാരിൻ്റെ ലിസ്റ്റിലുള്ള 691 കുടുംബങ്ങൾക്കും 15,000 രൂപ വീതം ആദ്യ ഗഡുവായി ആശ്വാസധനം നൽകിയത് മുസ്ലിം ലീഗാണ്. ഇവിടെ ഉണ്ടായിരുന്ന 48 വ്യാപാരികൾ, അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നാകെ ഒലിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. ആ ഓരോ വ്യാപാര സ്ഥാപനത്തിനും 500,000 രൂപ വീതമാണ് മുസ്ലിം ലീഗ് പാർട്ടി നൽകിയത്. തൊഴിലുപകരണങ്ങളായ ഓട്ടോറിക്ഷയും ജീപ്പും സ്കൂട്ടറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് അവ വാങ്ങിച്ചു കൊടുത്തു മുസ്ലിം ലീഗ്. അന്ന് മുതൽ മുസ്ലിം ലീഗ് കർമ്മരംഗത്തുണ്ട്. അതിനുശേഷമുണ്ടായ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് ഈ ആളുകൾ മാറുമ്പോൾ അവരോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, അവരുടെ വീട് വൃത്തിയാക്കി കൊടുക്കാൻ, അവർക്ക് ആശ്വാസം നൽകാൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, അവർക്ക് ചികിത്സ നൽകാൻ, അവർക്ക് പാലിയേറ്റീവ് കെയർ നൽകാനൊക്കെ യൂത്ത് ലീഗും നമ്മുടെ CH സെൻ്ററുകളും നമ്മുടെ ആംബുലൻസുകളും നമ്മുടെ PTH പ്രസ്ഥാനവുമൊക്കെ ഒറ്റക്കെട്ടായി രംഗത്ത് നിന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ അവസാന ഘട്ടമാണ് ഈ പുനരധിവാസ പ്രവർത്തനം. മുസ്ലിം ലീഗ് അന്ന് പ്രഖ്യാപിച്ചത് 105 ഇതിൻ്റെ നഷ്ടം പേറുന്ന 105 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കും എന്നാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം കേട്ട് ഞങ്ങൾക്ക് നല്ലവരായ മനുഷ്യർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഗവൺമെൻറ് ഒരു ഭാഗത്തുനിന്ന് സഹായം ആവശ്യപ്പെട്ടിരുന്നു. മറ്റ് സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ സഹായവുമായി വന്നിരുന്നു.
പക്ഷെ ജനങ്ങൾ കൈയഴിച്ച് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയെ പിന്തുണച്ചു. ഞങ്ങൾക്ക് പണം ഒഴുകി വന്നു. ഡിജിറ്റലായി ഓൺലൈനായി ഞങ്ങൾ ഉണ്ടാക്കിയ ആപ്പിൽ 36.5 കോടി രൂപയാണ് ഈ പദ്ധതിയിലേക്ക് ജനങ്ങൾ കൈയഴിച്ച് സഹായം ചെയ്തു. ഞങ്ങൾ പണി തുടങ്ങി. ഇവർക്ക് താൽക്കാലികമായി ഏതെങ്കിലും ഒരു ചെറ്റപ്പുര നിർമ്മിച്ച് കൊടുക്കാനല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്. ഇവരാരും പട്ടിണിപ്പാവങ്ങളായിരുന്നില്ല, ഇവരാരും ചെറ്റപ്പുരയിൽ താമസിച്ചവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന് ആവശ്യമായ വീടാണ് അവർക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്ലാൻ ഉണ്ടാക്കാൻ ആർക്കിടെക്റ്റിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തി. ലോകപ്രശസ്തനായ ഇന്ത്യ മുഴുവൻ വിദേശങ്ങളിൽ പോലും അറിയപ്പെടുന്ന ടോണി എന്ന ആർക്കിടെക്റ്റിനെയാണ് ഞങ്ങൾ അതിന് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം ആ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് ഈ വീട് കാണുമ്പോൾ, ഈ വീടുകളുടെ സമുച്ചയം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് മാത്രമല്ല, ഈ പ്രവൃത്തിക്ക് ഒരു പൈസ പോലും അദ്ദേഹം പ്രതിഫലം വാങ്ങിയിട്ടില്ല. ഈ പുണ്യപ്രവൃത്തിയോട് ചേർന്ന് നിൽക്കാനാണ് ശ്രീ ടോണി ജോസഫ് തയ്യാറായത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തും. ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. വഴിയിൽ ആളുകളുടെ ബാഹുല്യം, വാഹന ബാഹുല്യം കൊണ്ട് എത്താൻ കഴിയാതെ പോയതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ 3 ബെഡ്റൂമുള്ള 1060 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു വീടാണ് നമ്മൾ നൽകുന്നത്. 8 സെൻറ്റ് ഭൂമിയാണ് അതോടൊപ്പം അവർക്ക് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മഹത്തായ ഒരു സ്ഥാപനം 105 വീടുകൾ പറഞ്ഞപ്പോൾ 51 ഇപ്പോൾ കൊടുക്കുന്നത്. ബാക്കി 54 അവസാനിച്ചു എന്ന അർത്ഥമല്ല. ആ 54ൻ്റെ പണി തൊട്ടപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാം. ഇത് ഞങ്ങൾ ഫെബ്രുവരി 28 എന്ന് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 2 മാസം മുമ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഫെബ്രുവരി 28-ന് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ താക്കോൽ കൈമാറ്റം നടത്താൻ കഴിയും. അതുപോലെ തന്നെ മെയ് 31-ന് ബാക്കിയുള്ള 54-ൻ്റെയും താക്കോൽ കൈമാറ്റം നടത്താൻ കഴിയും എന്ന പൂർണ്ണ ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. ഈ ജോലികളൊക്കെ ഭംഗിയായി നിർവഹിക്കുന്ന നിർമ്മാൺ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുഹമ്മദ് അലി സാഹിബ് സ്റ്റേജിലുണ്ട്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറഞ്ഞ തീയതിക്ക് മുമ്പായി പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറ്റം നടത്തിയ കമ്പനിയാണ് പ്രശസ്തമായ മഞ്ചേരിയിലെ നിർമ്മാൺ മുഹമ്മദ് അലി സാഹിബിൻ്റെ കമ്പനി. അതുപോലെ തന്നെ ഇവിടെ മറ്റ് കാര്യങ്ങൾ, വീടിനോടനുബന്ധിച്ചുള്ള ഈ റോഡ്, പ്രൊട്ടക്ഷൻ വാള്, മറ്റ് സൗകര്യങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് മലബാർ കൺസ്ട്രക്ഷൻസ് അക്ബറാണ്. ആ അക്ബർ സാഹിബും അദ്ദേഹം ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിലേക്ക് കടന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ മഹനീയത നിങ്ങൾക്ക് ബോധമായിട്ടുണ്ടാവും, മനോഹരിത നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഈ സ്വാഗതം ഭാഷണം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കാജിക്ക് പെട്ടെന്ന് മടങ്ങിപ്പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെ ഭാഗമാണ്. ആരോടെങ്കിലുമുള്ള മത്സരത്തിൻ്റെ ഭാഗമായോ ആരോടെങ്കിലുമുള്ള വാശി തീർക്കാനോ അല്ല മുസ്ലിം ലീഗ് പ്രവർത്തനം ഏറ്റെടുത്തത്. നേരത്തെയും ഇതുപോലുള്ള ഒരുപാട് പദ്ധതികൾ മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട്. നിലമ്പൂരിലെ കവളപ്പാറയിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ 10 വീടുകളാണ് മുസ്ലിം ലീഗ് അന്ന് അവിടെ ഏറ്റെടുത്ത് നടത്തി കൊടുത്തത്. കേരളത്തിനകത്തും പുറത്തുമായി 10,000-കണക്കിന് ബൈത്തുർ റഹ്മകൾ ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് ആരോടും വഴി മത്സരത്തിൻ്റെ പേരിലല്ല. ഏതായിരുന്നാലും കൃത്യസമയത്ത് പറഞ്ഞ സമയത്തിന് മുമ്പായി തന്നെ ഈ 51 വീടുകൾ പൂർത്തിയാക്കുകയും അതിന് താക്കോൽ കൈമാറ്റം ഇപ്പോൾ നടത്തുവാൻ സഹായിക്കുകയും ചെയ്ത ഈ നാട്ടിലെ നല്ലവരായ എല്ലാ മനുഷ്യരോടും ഈ അവസരത്തിൽ കൃതജ്ഞത പറയുകയാണ്. ഈ അവസരത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില പേരുകളുണ്ട്. ദുരന്തമുണ്ടായ അന്നാണ് ഈ ദുരന്തമുഖത്ത് പ്രവർത്തിക്കാൻ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ, രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഒരു സബ് കമ്മിറ്റിയെ നിയമിച്ചു. ബഹുമാന്യനായ PK ബഷീർ MLA നേതൃത്വത്തിൽ ആ സബ് കമ്മിറ്റി അന്ന് മുതൽ ഇന്ന് വരെ ഒരു മിനിറ്റ് പോലും വിശ്രമമില്ലാത്ത ഭഗീരഥ പ്രയത്നത്തിലാണ്, തീവ്ര യത്നത്തിലാണ്. ബഹുമാനപ്പെട്ട മുൻ MLA സി മമ്മൂട്ടി സാഹിബ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിറോസ്, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും
കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമായ ജിഷാൻ, ബഹുമാനപ്പെട്ട PMA സമീർ, അതോടൊപ്പം ഈ വയനാട് ജില്ലയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് KK അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അടക്കമുള്ളൊരു ടീമാണ് ഇവിടെ ഇതിന് നേതൃത്വം നൽകി പ്രവർത്തിച്ചത്. അവരോടുള്ള നന്ദി പാർട്ടി ഔദ്യോഗികമായി അവരെ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടോണിക്ക് ഇവിടെ ഉപഹാരം സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള കൃതജ്ഞത അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അറിയിക്കുകയാണ്. നിർമ്മാൺ കൺസ്ട്രക്ഷനെ പ്രതിനിധീകരിച്ച് പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹം ചെയ്ത, നിങ്ങൾക്കറിയാം, സെപ്റ്റംബർ 1-നാണ് തറക്കല്ലിട്ടത്. സെപ്റ്റംബറിലും ഒക്ടോബറിലും കനത്ത മഴയായിരുന്നു. ഇങ്ങോട്ട് കടന്നു വരാൻ പോലും പറ്റാത്ത സാഹചര്യം. എന്നിട്ടും 3-3.5 മാസം കൊണ്ട് ഗിന്നസ് റെക്കോർഡിൽ ചേർക്കേണ്ട വിധം 51 വീടുകൾ മനോഹരമായി പൂർത്തിയാക്കി തന്ന നിർമ്മാൺ മുഹമ്മദ് അലിക്കും അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്ത മലബാർ ടെക്കിൻ്റെ പ്രിയപ്പെട്ട അക്ബറിനുള്ള കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതിൻ്റെ തുടക്കത്തിൽ മറ്റുള്ളവർക്ക് കൂടി ആവേശമായി ഇതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സമ്മദ് ബാബു തിരുനാവായ, പ്രിയപ്പെട്ട അൻവർ ഒമാൻ ചിപ്സ്, അതുപോലെ തന്നെ ഡോക്ടർ KT റബിയുള്ള, ഇവരെയൊക്കെ പ്രത്യേകം സ്മരിക്കുകയാണ്. ഈ ഞങ്ങളുടെ ആപ്പിലേക്ക്, ധനസമാഹരണ പദ്ധതിയിലേക്ക് കൈയഴിഞ്ഞ് സഹായിച്ച ഒരുപാട് ഉദാരമനസ്കരായ മനുഷ്യരുണ്ട്. വലിയ സംഖ്യ തന്നവരുണ്ട്, ചെയ്യാൻ കഴിയുന്ന ചെറിയ സഹായം ചെയ്തവരുണ്ട്. എല്ലാവരുടെയും സഹായത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. ഇനിയും അവരുടെ സഹായം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവരുടെ സഹായങ്ങൾ പുണ്യകർമ്മമായി സർവശക്തനായ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് താക്കോൽ കൈമാറ്റം നിർവഹിക്കുന്നതും ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതും ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. പറയാം, ഈ ദുരന്തമുണ്ടായ ആ നിമിഷം മുതൽ ഇതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും ഞങ്ങളെയൊക്കെ വിളിച്ച് ഇതിൻ്റെ പുരോഗതിയും ഇതിൻ്റെ പ്രവർത്തനവും ആലോചിച്ചുകൊണ്ടാണ് തങ്ങൾ നടക്കുന്നത്. ഓരോ കാര്യത്തിലും തങ്ങളുടെ ശ്രദ്ധയുണ്ട്, തങ്ങളുടെ അഭിപ്രായമുണ്ട്, തങ്ങളുടെ നിർദ്ദേശമുണ്ട്. ഈ ചടങ്ങിന് പോലും തങ്ങളുടെ അഭിപ്രായമുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. തങ്ങളോടുള്ള അഗൈതമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ആദരണീയനായ നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എല്ലാ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സംഖ്യ സംഭരിക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് മുന്നിൽ നിന്ന് എല്ലാ പിന്തുണയും നൽകിയത്, വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഫണ്ട് സമാഹരിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിയുടെ, വി ആർ ഹോണേഡ് ബൈ യുവർ പ്രസൻസ് ഓവർ ഹിയർ, അവർ ബിലവഡ്, അവർ ഹോണറബിൾ MP of Wayanad, ശ്രീമതി പ്രിയങ്കാജി. ഹെർ പ്രസൻസ് ആക്ച്വലി it honored us. Actually, she is very kind enough to accept our invitation and come over here the right time. And she is very busy because of her flight is on at 7 o'clock like that. So she want to leave from here. So we are cut short our speech and everything. And I wholeheartedly welcome our honorable MP Sri Priyankaji on this occasion. ബഹുമാനപ്പെട്ട നമ്മളുടെ MP-മാരൊക്കെ ഇവിടെയുണ്ട്. ET മുഹമ്മദ് ബഷീർ സാഹിബ്, അബ്ദുസമ്മദ് സമദാനി സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ്, ഹാരിസ് ബീരാൻ സാഹിബ് തുടങ്ങിയ ദേശീയ നേതാക്കളും MP-മാരുമുണ്ട്. ദേശീയ ഉപാധ്യക്ഷൻ മജീദ് സാഹിബുണ്ട്. പാർലമെൻ്ററി പാർട്ടിയുടെ സെക്രട്ടറി, ഡെപ്യൂട്ടി ലീഡർ ബഹുമാനപ്പെട്ട MK മുനീർ സാഹിബുണ്ട്. മറ്റ് നിരവധി പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും സംസ്ഥാന, ജില്ലാ, മണ്ഡലം ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. എല്ലാറ്റിലും ഉപരി എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും നാട്ടുകാരുമുണ്ട്. നിങ്ങളോടൊക്കെയുള്ള അഗൈതവുമായ കൃതജ്ഞത ഇതുമായി സഹകരിച്ചതിൽ നൽകിക്കൊണ്ട് നിങ്ങളെയൊക്കെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ആദരണീയരായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അധ്യക്ഷ ഭാഷണത്തിന് മുന്നോടിയായി ആ സ്നേഹധന്യ നിമിഷത്തിന് വേദി സാക്ഷിയാവുകയാണ്. സ്നേഹഭവനങ്ങളുടെ സമർപ്പണം വേദിയിൽ. പ്രത്യേക സാഹചര്യത്തിൽ
ബഹുമാന്യയായ പ്രിയങ്കാജിക്ക് പോകാനും ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട നേരെ നമ്മളെ താക്കോൽ ദാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. തങ്ങൾ താക്കോൽ ദാനം നിർവഹിക്കും, അത് തങ്ങൾ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കും. അതുപോലെ തന്നെ ബഹുമാന്യയായ പ്രിയങ്കാജി താക്കോൽ ദാനം നിർവഹിക്കും, അവരും സംസാരിക്കും. ബാക്കി നടപടികൾ അതിന് ശേഷം തുടരും. കൺസിഡറിങ് ദി സിറ്റുവേഷൻ നൗ we have cut short the program. All the situations, the fasting and the Gulf situation, everything, we are going direct into the function. There is two handing overs. One is two keys, one by Sayyid Sadiq Ali Shihab Tangal and one by Madam. That is how. Now it will be, they will be called here. After that, function will be inaugurated by Tangal, and then Priyanka ji, our honorable guest, will speak to you. Then the program will continue. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യ സ്നേഹഭവനത്തിൻ്റെ സമർപ്പണം, അതിന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. സ്വീകരിക്കുന്നതിന് വേണ്ടി ശാരദ രമ്യ വില്ല നമ്പർ 33 അവർ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഊഷ്മളമായ ധന്യമായ സ്നേഹനിർഭരമായ ചടങ്ങ്, അത്രമേൽ ധന്യമായ നിമിഷം, ഈ വയനാടിൻ്റെ മലമടക്കുകളിലെ അത്രമേൽ ധന്യമായ ചടങ്ങിൻ്റെ വേദി സാക്ഷിയാകുന്നു. ഒഫീഷ്യൽ ഡോക്യുമെൻ്റുകൾ 51 വീടുകളുടെ സ്നേഹഭവനങ്ങളുടെ സമർപ്പണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം സമാദരണീയരായ നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് നിർവഹിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശാരദ രമ്യ വില്ല നമ്പർ 33 ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചെറുത്തുപിടിക്കലിൻ്റെ മഹത്തായ ഒരു രാഷ്ട്രീയ വർത്തമാനം പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മഹത്തായ സ്നേഹഭവനങ്ങളുടെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അടുത്തായി ഷാഹിന നാസർ അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് Honorable MP Priyanka ji to hand over the key and document. Madam, please. ആദരണീയായ പ്രിയങ്ക ഗാന്ധി, ഷാഹിന നാസർ എന്നിവർക്കുള്ള വില്ല നമ്പർ 39 അതിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റും കീയും ഇവിടെ കൈമാറുകയാണ്. അത്രമേൽ ധന്യവും ഊഷ്മളവുമായ ചടങ്ങിന് ഈ നാട്, ഈ സദസ്സ്, ഈ വേദി സാക്ഷിയാവുന്നു. ആദരണീയരായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗമാണ്, ഈ മഹാസംഗമത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗമാണ് വേദിയിൽ നടക്കാനുള്ളത്. ദുരന്തം പൊട്ടിയൊലിച്ച അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹോണറബിൾ MP പ്രിയങ്കാജി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും മറ്റ് നമ്മുടെ UDF ഘടകകക്ഷിയുടെയൊക്കെ സന്നിഹിതരായിട്ടുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട MLA സിദ്ദീഖ്, മറ്റ് MLA മാർ, MP മാർ, പ്രിയ സഹോദരി സഹോദരന്മാർ, ആലങ്കാരികമായി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നതെന്ന്. എന്നാൽ ഇത് കേവലം ഒരു ആലങ്കാരികമായ ഒരു പ്രയോഗമല്ല. ഇന്ന് അത് ഹൃദയത്തിൽ തട്ടിയാണ് നമ്മളെല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റത്തെ ആഹ്ലാദകരമായ അഭിമാനകരമായ മുഹൂർത്തങ്ങളാണ് ഇവിടെ ഈ തൃക്കൈപ്പറ്റയിൽ ഇപ്പോൾ പുലർന്നുകൊണ്ടിരിക്കുന്നത്. 2024 ജൂലൈ 30 അവിടെ ആഞ്ഞടിച്ച ദുരന്തം, ഉരുൾപൊട്ടൽ, അതിനെ തുടർന്ന് അതിൽ ഇരയായവർക്ക് നമ്മൾ നൽകുന്ന ആശ്വാസം, നമ്മൾ നൽകുന്ന സാന്ത്വനം, അതാണിപ്പോൾ തൃക്കൈപ്പറ്റയിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കൂട്ടായ പ്രവർത്തനങ്ങൾക്കുള്ള
ഏറ്റവും നല്ല ഒരു മാതൃകയും ഉദാഹരണവുമായി ഈ പദ്ധതിയെ, ഈ സംരംഭത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. അന്ന് ആ സമയത്ത് നമ്മളെല്ലാവരും അവിടെ ഓടിയെത്തി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് പിന്നീട് കുറേ ദിവസങ്ങൾ അവിടെ തന്നെ ആയിരുന്നു. ആ ദിവസങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു ചൂരൽമല ദുരന്തത്തിൽ ഇരയായവർക്ക് വീടുകൾ വെച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ 105 വീടുകളാണ് നമ്മളന്ന് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോൾ അത് നമുക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സലാം സാഹിബും മറ്റുമൊക്കെ അത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ ആവർത്തിക്കുന്നില്ല. നാട്ടിലും മറുനാട്ടിലുമുള്ളവർ, വിദേശ രാജ്യങ്ങളിലുള്ളവർ, GCC രാജ്യങ്ങളിൽ മാത്രമല്ല, യൂറോപ്യൻ, അമേരിക്കൻ, ജപ്പാൻ, ഓസ്ട്രേലിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള സ്നേഹജനങ്ങൾ നമുക്ക് സംഭാവനകളുമായി മുന്നോട്ട് വരികയുണ്ടായി. ഒരു നല്ല തുക നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. അതാണ് നമുക്കിന്നിപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കാനും പാർട്ടിക്ക് അവരോടുള്ള കടപ്പാടും സ്നേഹവും പ്രകടിപ്പിക്കുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ ദിവസം ദുഃഖസാന്ദ്രമായ ദിവസം കൂടി. ഇവിടെ നമുക്ക് സന്തോഷമാണ്, പക്ഷേ GCC രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഒരു യുദ്ധാന്തരീക്ഷം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖവാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെയും ഇറാനിനും ഇടയിലുള്ള യുദ്ധം അത് പക്ഷേ ബാധിക്കുന്നത് GCC രാജ്യങ്ങളിലുള്ള ആളുകളെയാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ അവിടെയുണ്ട്. അവരെല്ലാവരും പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ വീഡിയോ അയച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ ബേസുകളിൽ അവിടെ വീണുകൊണ്ടിരിക്കുന്ന ആ പൊട്ടലും ചീറ്റലും അതൊക്കെ അവർ പങ്കുവെക്കുന്നു. അപ്പം അങ്ങേയറ്റത്തെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന ആ സഹോദരങ്ങളോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് ആ യുദ്ധാന്തരീക്ഷം അവിടെ തീർന്നു പോകട്ടെ, ഇല്ലാതാകട്ടെ, അവിടെ സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൂടുതലായിട്ട് പറയേണ്ടതില്ല. ഇവിടെ പറഞ്ഞവരെല്ലാവർക്കും തിരക്കാണ്. ആ തിരക്കിനിടയിൽ എന്നാലും നമ്മുടെ ഈ സന്തോഷത്തിൻ്റെ ഈ അവസരം, കാരണം ഒരു ദുരന്തം കഴിഞ്ഞ് ആ ദുരന്തത്തെ നമുക്ക് അതിജീവിക്കുവാൻ കഴിഞ്ഞു. ഒരുപാട് പേരന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്, ഒരുപാട് പേര് അംഗവിഹീനരായിട്ടുണ്ട്, അസ്വസ്ഥത ഉണ്ടായ ആളുകളുണ്ട്. ആ മരണപ്പെട്ടു പോയവർക്കെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. 4 ദിക്കിൽ നിന്നും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആളുകൾ ഓടിയെത്തി. നമ്മുടെ മലയാളികളുടെ ആ ഒരു കൂട്ടായ്മ അതാണ്. ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതിനെ തരണം ചെയ്യാൻ. ഇപ്പോൾ കൊറോണ വന്നപ്പോഴും അങ്ങനെയാണ് ഉണ്ടായത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. ഈ ദുരന്തം വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ മറികടന്നതാണ്, അതിജീവിച്ചതാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗ് പ്രത്യേകമായി ഫോർ വയനാട് എന്ന പ്രത്യേകമായൊരു ആപ്പിന് തന്നെ രൂപം കൊടുത്തു. അതിലൂടെ നമുക്ക് ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അത് നമുക്കിവിടെ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ നമുക്ക് നൽകിയത് മുസ്ലിം ലീഗിനോട് ഉള്ള അവരുടെ വിശ്വസ്തതയാണ്. ഈ വീടുകൾ നമ്മൾ ജനങ്ങൾക്ക് നൽകിയത് ജനങ്ങളോട് മുസ്ലിം ലീഗിനോടുള്ള വിശ്വസ്തതയാണ്. ഈ അന്യോന്യമുള്ള ഈ വിശ്വസ്തതയാണ്. അതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയം എന്നുള്ളത് അതാണ്. അതല്ലാതെ കുറേ വോട്ടുണ്ടാക്കുക, കുറേ മാത്സര്യങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതല്ല. ജനങ്ങൾക്കും പാർട്ടിക്കും ഇടയിൽ സ്നേഹത്തിൻ്റെ, ഐക്യദാർഢ്യത്തിൻ്റെ വിശ്വാസ്യത, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്നുകൂടി നമുക്കിവിടെ തെളിയിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും പ്രശസ്തിക്ക് വേണ്ടിയല്ല, പ്രശസ്തരാവുക എന്നുള്ളതല്ല, വിശ്വസ്തരാവുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. അതാണ് നമുക്കിവിടെ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളതും. IUML പുതിയൊരു നിർവചനം കൂടി എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് നേരത്തെയുള്ളതാണ്. IUM എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അത്
യൂണിറ്റിയാണ്, ഐക്യമാണ്, സമൂഹത്തിൻ്റെ ഐക്യമാണ്, രാജ്യത്തിൻ്റെ ഐക്യമാണ്. അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത്. മേഴ്സിയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യം, കരുണ. അതാണ് IUM പറയുന്നത്. പിന്നെ ലോയൽറ്റിയാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഈ 4 അക്ഷരങ്ങളെയും സാക്ഷാത്കരിക്കുവാൻ കൂടി ഈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഈ പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചിരിക്കുന്നു. ആ ഒരു പിന്നെ സംതൃപ്തിയുടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കിനിയും ഇവിടെ ഒരുപാട് പൂർത്തീകരിക്കാനുണ്ട്. നമുക്കറിയാം, ഇവിടെ വന്നവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ്. പിതാവില്ലാത്തവർ, മാതാവില്ലാത്തവർ, ജ്യേഷ്ഠനില്ലാത്തവർ, അനിയനില്ലാത്തവർ, ഭാര്യയില്ലാത്തവർ, പെങ്ങളില്ലാത്തവർ, മക്കളില്ലാത്തവർ, ബന്ധുക്കളില്ലാത്തവർ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരു അനാഥത്വം ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾക്കെല്ലാം ഇന്ന് ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഒരുപാട് ബന്ധുക്കളാണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ ഈ 100 വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 500 ബന്ധുക്കളാണ്. ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 500 ബന്ധുക്കളെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു സാക്ഷാത്കാരം കൂടി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഒരിക്കലും തന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ബാന്ധവം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നും കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മതമൊന്നും ചോദിക്കുന്നില്ല, ജാതി ചോദിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾ ഒരു വലിയ അപകടത്തെ തരണം ചെയ്ത് വന്നിട്ടുള്ളവരാണ്. നിങ്ങൾ ഓരോരുത്തരും സഹായം അർഹിക്കുന്നവരാണ്. അതാണ് ഞങ്ങൾ ഏറ്റവും ഏറെ വില കൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ അത് ജാതി മത കക്ഷി ഭേദമന്യേ നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എനിക്ക് നിങ്ങളോട് 2 കാര്യം മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങളെ കൂട്ടണം എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് ആവശ്യം, വേറൊന്നല്ല. നിങ്ങളിത് ഈ ഒരു പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, നാട്ടിലും മറുനാട്ടിലും ഒക്കെ ഉള്ളത്. അതുപോലെ ഇതിന് ഓടി നടന്ന ആൾ ഇവിടെ വയനാട്ടിൽ തന്നെ ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ചു ബഷീറിൻ്റെ നേതൃത്വത്തിൽ. അവരൊക്കെ 24 മണിക്കൂർ 24/7 എന്നുള്ള നിലക്കാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി സഹായിച്ച ആളുകൾ, അതുപോലെ പാർട്ടിയുടെ നേതാക്കൾ, ഇവർക്കെല്ലാം വേണ്ടി, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പ്രവർത്തിക്കുന്നവർക്ക് നേരെയാണല്ലോ ശത്രുത ഉണ്ടാവുക. അപ്പോൾ ആ ശത്രുക്കളിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുകൂടി ഞാനിവിടെ പറയുകയാണ്. പിന്നെ എല്ലാ മനുഷ്യരുമുള്ള സാഹോദര്യം, ആ സാഹോദര്യ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുക. നല്ല മാതൃകാ അയൽവാസം, നല്ല മാതൃകയോടെ എങ്ങനെ അയൽവാസികളോട് പെരുമാറണം എന്ന് നിങ്ങൾ കേരളത്തെ പഠിപ്പിക്കണം എന്നാണ് ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അതിന് സന്തോഷമുണ്ട്. ഇതുപോലെ നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം ഒരു പുനർജന്മമുണ്ടല്ലോ. നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം ഒരു പുനർജന്മമുണ്ട്. ആ പുനർജന്മത്തിലും നമുക്ക് ഒരുമിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ എല്ലാവർക്കും റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിർവഹിക്കുന്നു. ജയ് ഹിന്ദ്. മറ്റൊരു കാര്യം പറയാണ്, ഇവിടെ നമുക്കിനിയും ഇവിടെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി പൂർത്തിയാക്കാനുണ്ട്. അതിന് രാജ്യസഭാ MP-മാരായ ഹാരിസ് പീരാൻ്റെയും അതുപോലെ തന്നെ വഹാബ് സാഹിബിൻ്റെയും ഫണ്ട് അതിന് വിനിയോഗിക്കുന്നതാണ് എന്നുകൂടി ഇവിടെ അറിയിക്കാം. Now I am inviting our chief guest, Priyanka ji. 2 days before she attended the function done by Rahul ji, they are starting their own project here. Tomorrow is taking this government project, whatever it is. We hope that all this will help the victims. Now Priyanka ji is speaking to you. Our Abdul Samad Samadani is translating this speech. Thank you. Respected Sri Sadiq Ali Tangal ji, respected Sri Kunyali Kutti ji, Sri E.T. Muhammad Bashir ji, Sri Abdul Samad Samadri ji, Sri P.V. Abdul Wahab ji, Sri Haris Beran ji, Sri P.M.A. Salam ji, Sri P.K. Bashir ji,
Advocate Siddiq ji, Shri I.C. Balakrishna ji, and all those distinguished guests and colleagues who are assembled here on stage, my dearest brothers and sisters, I welcome you to this function today and I thank you for inviting me to share in this ceremony. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ബഹുമാന്യരായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, പി.വി. അബ്ദുൽ വഹാബ്, ഹാരിസ് ബീരാൻ, പി.എം.എ. സലാം, പി.കെ. ബഷീർ, അഡ്വക്കേറ്റ് സിദ്ദീഖ്, ശ്രീ I.C. ബാലകൃഷ്ണൻ, ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഇവിടെ അറിയിക്കുന്നു. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിനുള്ള കൃതാർത്ഥത ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. Day before yesterday, I had the honor to attend the ceremony of the Congress Party's rehabilitation effort, and we laid the foundation stone for the 100 houses that we have promised. Rahul ji had also come down for that function. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി നിർമ്മിക്കുന്ന 100 വീടുകളുടെ ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായത്. അതിൽ അഭിവന്ദനായ ശ്രീ രാഹുൽജിയും പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ മഹത്തായ ചടങ്ങിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. Our colleagues from the IUML were also present. This morning I visited the government's effort and they have also made some houses. I was happy to see that their houses are also ready, and this evening I am here for this monumental effort by the IUML and its leadership to provide you with these beautiful houses to restart your lives again. കോൺഗ്രസിൻ്റെ ആ ചടങ്ങിൽ IUMLൻ്റെ നേതാക്കളും പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് രാവിലെ സർക്കാർ നിർമ്മിക്കുന്ന വീടുകളുടെ പണിയും ചെന്ന് കാണുകയുണ്ടായി. അതിനുശേഷമാണ് ഈ വലിയ പരിപാടിയിൽ ചിരന്തന സ്മരണ നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുള്ളത്. ഈ ശാലീന സുന്ദരമായ ഭവനങ്ങൾ നിർമ്മിച്ച IUMLൻ്റെ ചടങ്ങിൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. And this morning when I went to the government housing project, some media persons asked me if I have any political comment to make. ഇന്ന് രാവിലെ സർക്കാർ നിർമ്മിക്കുന്ന ഭവനങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ ഉദ്ദേശമുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകനോട് ആരായുകയുണ്ടായി. And I answered them what I would like to say to you, that I am proud that across party lines, every party, all of us have done our best to fulfill our promises and to provide the support and the necessary help that was needed to the survivors of this terrible tragedy. ഞാൻ അവർക്ക് നൽകിയ മറുപടി, കക്ഷിഭേദങ്ങൾക്ക് അതീതമായി ഇവിടെ ചൂരൽമലയിലെ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്ന ആശംസാ വാക്കാണ് ഞാൻ അവരുടെ മുമ്പാകെ പ്രകടിപ്പിക്കുകയുണ്ടായത്. ഈ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ആരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അത് വിജയിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണുള്ളത്. A few days after the tragedy took place was my first real introduction to Wayanad. ഈ ദുരന്തത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞാൻ യഥാർത്ഥത്തിൽ വയനാടിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. I came here with my brother Rahul Gandhi ji. It was still raining. Dark clouds still filled the sky. ഞാൻ എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് ഈ സ്ഥലം സന്ദർശിച്ചത്. അപ്പോഴും മഴ തിമർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. കാർമേഘങ്ങൾ, ഇരുണ്ട മേഘങ്ങൾ മാനത്ത് കുന്നുകൂടിയിരുന്നു. And as we were driving to the site where the river had washed away the school, I noticed lots of young people wearing yellow shirts in the rain, drenched. അവിടെ ഒലിച്ചുപോയ സ്കൂളിൻ്റെ അവശിഷ്ടങ്ങളാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ സ്കൂൾ നിന്നിരുന്ന സ്ഥലത്ത് പടച്ചട്ടയണിഞ്ഞു നിൽക്കുന്ന സന്നദ്ധ സേവകരുടെ സാന്നിധ്യമാണ് കൺകുളിർക്കുന്ന കാഴ്ചയായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചത്. I had been to many disasters
with my parents throughout my life. My brother and I had visited many situations, natural disasters, other accidents. And whenever we had gone to the place where that event took place, we had seen chaos and confusion. ഞാൻ ഒരുപാട് ദുരന്തങ്ങൾ കണ്ട ഒരാളാണ്. എൻ്റെ മാതാപിതാക്കൾ മുതൽ പ്രകൃതി ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്, പെട്ടെന്നുണ്ടായ അപകട ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ കണ്ടത് ആശയക്കുഴപ്പങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അന്തിച്ച് നിൽക്കുന്ന ജനങ്ങളെയുമാണ് എനിക്ക് ആ ദുരന്ത ഭൂമിയിൽ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. But here, for the first time, I saw an organized and efficient effort to help and support those who were suffering. പക്ഷേ ഇവിടെയാണ് ഞാൻ കണ്ടത് സംഘടിതവും ഫലപ്രദവുമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം. വളരെ ക്രിയാത്മകമായി വ്യവസ്ഥാപിതമായി ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ, ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഇവിടെ നടക്കുകയുണ്ടായത്. These young men were directing traffic. They were showing us the way. They were taking care of people. They had set up volunteer kitchens. When we went to the area where survivors were temporarily sheltered, I saw them everywhere, holding people's hands, providing comfort, providing assistance. ഞാൻ കുറേ ചെറുപ്പക്കാരെ കണ്ടു. അവർ ഗതാഗതം ട്രാഫിക് നിയന്ത്രിക്കുന്നത് കണ്ടു, അവർ വഴികാട്ടുന്നത് കണ്ടു, അവർ ജനങ്ങളെ സഹായിക്കുന്നത് കണ്ടു, അവർ പെട്ടെന്ന് അടുക്കളയൊരുക്കി ആളുകൾക്ക് അന്നം അവരെ ഊട്ടുന്നതും ഞാൻ കണ്ടു. അങ്ങനെ ഏത് രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന സേവന സന്നദ്ധരായ ദുരിതബാധിതരായിട്ടുള്ളവരെ, വേദനിക്കുന്നവരെ, മുറിവേറ്റവരെ പല രീതിയിൽ സാന്ത്വനപ്പെടുത്തുന്ന, സഹായിക്കുന്ന, അവർക്ക് ശുശ്രൂഷ നൽകുന്ന ചെറുപ്പക്കാരെയാണ് എനിക്ക് ഈ മണ്ണിലെങ്ങും കാണുവാൻ സാധ്യമായത്. So I asked Rahul ji, who are these boys in the yellow shirts? ഞാൻ ചോദിച്ചു രാഹുൽജിയോട്, ആരാണ് ഈ ചെറുപ്പക്കാർ? And he told me that it was the white guard of the IUML. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതാണ് വെള്ളപ്പട്ടാളം എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. And you should be truly proud of yourselves. And I am truly proud of the work you did during this very, very difficult time for the people of Wayanad. നിങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ എല്ലാ അർത്ഥത്തിലും അവകാശമുണ്ട്. അഭിമാനിച്ചു കൊള്ളുക. നിങ്ങളുടെ കാര്യത്തിൽ ഞാനും അഭിമാനിക്കുന്നു. വയനാടിലെ മണ്ണിൽ നിങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത സേവനങ്ങളുടെ പേരിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പേരിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആ ധവള സംഘത്തെ, ധവള പാറാവുകാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. Under the leadership of Shri Sadiq Ali Tangal ji and Shri Kunyali Kutti ji, each one of you stood firm for your ideology of secularism, of dedication, devotion to service, and of unity for this country. Every person you helped people across religions, you helped the old, you helped the young, you helped women, you helped men, you helped children who had lost everything. And I think that the work you did was exemplary. അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും നേതൃത്വത്തിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മതേതര പ്രവർത്തനമാണ്. മതം നോക്കാതെ, സമുദായം നോക്കാതെ, വിഭാഗീയത നോക്കാതെ എല്ലാ വിഭാഗം ആളുകളെയും നിങ്ങൾ ചേർത്ത് പിടിച്ചു, അവരെ നിങ്ങൾ സഹായിച്ചു. നിങ്ങൾ അതിലൂടെ നടത്തിയിട്ടുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രധർമ്മമാണ്, രാജ്യസ്നേഹപരമായിട്ടുള്ള മഹത്തായ പ്രവർത്തനമാണ്. ഈ മഹത്തായ നേതൃത്വത്തിൻ്റെ കീഴിൽ നിങ്ങൾ നടത്തിയത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. And I would like everybody here to join me once for a special gratitude and special applause for the men of the White Guard. ഈ അവസരത്തിൽ ഇവിടെ കൂടി വൈറ്റ് ഗാർഡിന്, ആ വെള്ളപ്പാറാവുകാരെ എല്ലാവരും അഭിനന്ദിക്കുന്നതിൽ എന്നോട് ചേരണമെന്ന് ഞാൻ ഈ മഹത്തായ സദസ്സിനോട് അഭ്യർത്ഥിക്കുകയാണ്. Your 1,000 member brigade was mobilized even before government's efforts began. ഗവൺമെന്റ് സർക്കാർ നടത്തിലുള്ള പരിശ്രമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1000 സന്നദ്ധ സേവകരെ ഒരുക്കിക്കൊണ്ട് ഈ മണ്ണിലിറങ്ങി സേവനത്തിന് തുടക്കം കുറിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. You saved lives. You helped people find their family members. In the worst, darkest hour, you shone a light of compassion towards everyone. നിങ്ങൾ ആളുകളെ കണ്ടെത്താൻ സഹായിച്ചു, എങ്ങും ഇറങ്ങി പ്രവർത്തിച്ചു. ഇരുണ്ട ചുറ്റുപാടുകളിൽ നിങ്ങൾ വെളിച്ചത്തിൻ്റെ രശ്മികൾ പ്രസരിപ്പിച്ചു. You provided safety and support for your brothers and sisters when they needed it most. നിങ്ങൾ
ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിൽ നിങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഏറ്റവും അനിവാര്യമായ സഹായം എത്തിച്ചു നൽകി. I would like to commend the IUML for the 100 ambulances they offered free of charge, the clothing, furniture, utensils, medicines, the crores worth of food supplies for the volunteers who stayed until the last train ended, until the last person was found, until the last bodies were buried. ഈ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് IUML-നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഓടിയ ആംബുലൻസുകൾക്ക് 100 ആംബുലൻസുകൾ ഏർപ്പെടുത്തിയതിന്, കാണാതായവരെ കണ്ടെത്താൻ തെരച്ചിൽ നടത്തിയതിന്, ജനങ്ങളെ സഹായിച്ചതിന്, അന്നം നൽകിയതിന്, മരുന്ന് കൊടുത്തതിന്, ഏതൊക്കെ രീതിയിൽ ഇവിടെ നടത്തിയിട്ടുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പേരിൽ ഞാൻ പാർട്ടിയെ അഭിനന്ദിക്കുകയാണ്. Palliative care was provided. 150 critically injured individuals were brought to safety. And in addition, financial assistance and food kits were also provided. Taxis, jeeps, auto rickshaws, motorcycles, tricycles for disabled individuals, and scooters were given to 57 families who lost all possessions. എത്രയോ കുടുംബങ്ങൾക്ക്, ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് വാഹനങ്ങൾ നൽകി, സ്കൂട്ടർ അടക്കം എത്രയോ വാഹനങ്ങൾ നൽകി അവർക്ക് സഞ്ചരിക്കാനുള്ള സഹായം ഒരുക്കി കൊടുത്തു. അതുമാത്രവുമല്ല, ആവശ്യമായ സന്ദർഭത്തിൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകി. വാഹനങ്ങൾ, ദുരിതാശ്വാസം, പാലിയേറ്റീവ് കെയർ അടക്കം എത്രയോ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ IUML മുന്നോട്ട് വരികയുണ്ടായി. I am very, very happy to see that 51 houses here are complete in this very beautiful and scenic location. ഈ 51 വീടുകൾ അതിമനോഹരമായിട്ടുള്ള, കണ്ണഞ്ചിപ്പിക്കുന്ന, പ്രകൃതി സുന്ദരമായിട്ടുള്ള ചുറ്റുപാടിൽ ഉയർന്നിരിക്കുന്ന ഈ 50 വീടുകളുടെ നിർമ്മാണം കഴിഞ്ഞതിലുള്ള സംതൃപ്തിയും സന്തോഷവും ഞാൻ ഇവിടെ അറിയിച്ചു കൊള്ളട്ടെ. I believe 54 more houses are being constructed. A prayer hall, playgrounds for children, and a community hall are also in the plans. ഇനിയും 54 വീടുകൾ നിർമ്മിക്കപ്പെടാൻ പോകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥനാ മന്ദിരം, കുട്ടികൾക്ക് കളിസ്ഥലം തുടങ്ങിയ എത്രയോ സൗകര്യങ്ങൾ ഇവിടെ ഇനിയും ഏർപ്പെടുത്താൻ പോവുകയാണ്. My colleagues in the IUML have certainly done better than us because we are just starting. So I hope that all my colleagues in the Congress party who are part of our efforts will keep in mind that they have stiff competition and we must also build our houses very soon. IUML-ലെ എൻ്റെ സഹപ്രവർത്തകർ വളരെ മത്സരിച്ച് മുന്നോട്ട് പോയി പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് കോൺഗ്രസിലെ എൻ്റെ സഹപ്രവർത്തകരെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കോൺഗ്രസിലെ എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ ഒരു കാര്യവും കൂടി പറയട്ടെ. വളരെ ശക്തമായ മത്സരമാണ് ഈ രംഗത്ത് IUML നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ നേരിടാൻ പോകുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. These houses will be your new homes. You lost everything on that day, that horrible night. As politicians, we see a lot of pain, we see a lot of suffering around us. Often, we see that suffering destroy people, destroy their lives forever. It's rare for us to see the kind of resilience, the kind of courage and strength that the people of Wayanad showed us. പ്രിയപ്പെട്ടവരെ, ആ കാളരാത്രി കണ്ടവരാണ് നിങ്ങൾ. ഈ പുതിയ വീടുകളിൽ താമസിക്കാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പുതിയ നിങ്ങളുടെ വസതികളിലേക്കാണ് കാലെടുത്ത് വെച്ച് പ്രവേശിക്കുന്നത്. അന്നത്തെ ഇരുണ്ട രാവിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തതാണ്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ പല ദുരന്തങ്ങളും കാണുന്നതാണ്, പല ദുരന്ത ഭൂമികളും സന്ദർശിക്കുന്നവരാണ്. പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ആ ദുരന്തങ്ങൾക്കുള്ള പരിഹാരം കാണാൻ ഞങ്ങൾക്ക് സാധിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ, നിങ്ങളുടെ ഈ പുതിയ ഭവനങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ, നിങ്ങൾ മനുഷ്യരുടെ കാരുണ്യം അതിന് പാത്രീഭൂതരായിക്കൊണ്ടാണ് ഇവിടത്തേക്ക് പ്രവേശിക്കുന്നത്. വയനാടിനോട് ജനങ്ങൾ കാണിച്ച, മനുഷ്യർ കാണിച്ച കാരുണ്യമാണ് എൻ്റെ മനസ്സിലിപ്പോൾ എന്നെ ഏറ്റവും അധികം വികാരാധീനയാക്കുന്നത്. Nothing and no one can ever give you back what you lost. We cannot replace what you lost. But these houses, which will be your new homes,
will hopefully give you some sense of shelter, safety, and comfort. And they are our way of trying to say that we are with you and we stand with you throughout your struggle to stand on your feet again, until each one of you has rebuilt a life for yourselves and has been able to move on from this terrible tragedy. നിങ്ങൾ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഒന്നുകൊണ്ടും കഴിയില്ല. നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കില്ല. പക്ഷേ എങ്കിലും ഇവിടെ നിങ്ങൾക്ക് പാർക്കാൻ ഒരു അഭയസ്ഥാനം ഉണ്ടാക്കി തന്നിരിക്കുന്നുവെന്ന് ആശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുവെന്നതാണ് ഈ അവസരത്തിൽ വലിയൊരു കാര്യം. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു തരാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ദുരിതബാധിതരായ സഹോദരങ്ങളോട് ഈ ഭവന നിർമ്മാണത്തിലൂടെ പറയാനാണ് ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നത്. Today especially, I know that not just in Wayanad, but across Kerala, many of you are extremely worried and concerned about family members who are in the Middle East where war has broken out. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട മധ്യപൗരസ്ത്യ ദേശത്തെ ജനങ്ങളുടെ പേരിൽ, സഹോദരങ്ങളുടെ പേരിൽ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ ഏറെ ഖിന്നരും ദുഃഖിതരും ആശങ്കാകുലരുമാണ് എന്ന വസ്തുതയും ഞാൻ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. The cost of war is always paid by innocent lives. എപ്പോഴും യുദ്ധങ്ങൾക്ക് ഇരയാകുന്നത് നിരപരാധികളായിട്ടുള്ള മനുഷ്യരാണ്. പലപ്പോഴും ഒന്നുമറിയാത്ത ആളുകളെ ബാധിക്കുന്ന കൊലകളും വംശനാശം വരുത്തുന്ന പ്രവർത്തനങ്ങളുമാണ് യുദ്ധങ്ങൾ എപ്പോഴും വിതക്കുന്നത്. And so today all our prayers are being said for those who are there in the Middle East, all the innocent people, especially our own countrymen. And we appeal to the government to provide them safety and shelter as soon as possible, to watch the situation, and as soon as possible to bring our family members, the citizens of India, back home to safety. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും അവരുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതുമാണ്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഹോദരങ്ങളടക്കം, ഇന്ത്യക്കാരടക്കം അവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും ആശ്വാസമുണ്ടാകട്ടെ, കാര്യങ്ങൾ സമാധാനപ്പെടട്ടെ, ഈ പിരിമുറുക്കത്തിൻ്റെ അന്തരീക്ഷം അവസാനിച്ച് എല്ലാം നേരെയായി തീരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഗവൺമെൻറ്റിനോട് നാം അഭ്യർത്ഥിക്കുന്നു, എത്രയും പെട്ടെന്ന് ഇന്ത്യക്കാർക്ക് സമാശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അവരുടെ ബുദ്ധിമുട്ട് അകറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് തക്ക സമയത്ത് മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. I know that all of you join me in hoping that the situation does not worsen and that our Indian citizens and everybody else who is an innocent citizen in the middle of this conflict is safe and secure. അവിടെയുള്ള എല്ലാ മനുഷ്യരും സുരക്ഷിതരാകട്ടെ, അവിടെയുള്ള എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ മധ്യപൗരസ്ത്യ ദേശത്ത് എന്ന് ആശിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നതിലും നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ചേരുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. I thank all of you once again for having invited me to this function today, and I congratulate all of you on the beautiful new homes that you are about to enter. May your lives shine with happiness, love, and renewed laughter as you move into a new phase. Thank you very much. ഈ മനോഹരമായ വീടുകളുടെ സമർപ്പണ വേളയിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് ഞാൻ വീണ്ടും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിലും കാരുണ്യത്തിൻ്റെ ഈ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിലുമുള്ള എൻ്റെ ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ഈ മഹാസംരംഭത്തിന് മഹത്തായ നേതൃത്വം നൽകിയ, ലോകത്തിന് അറിയപ്പെടുന്ന ആർക്കിടെക്റ്റും നമ്മുടെ ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയ ടോണി ജോസഫ് സാർ, അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന് വരാനുള്ള സൗകര്യം വൈറ്റ് ഗാർഡ് ചെയ്തു കൊടുക്കണം സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാനെൻ്റെ അധ്യക്ഷ പ്രസംഗം ചെയ്യുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുകയാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട തങ്ങൾ
തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലും സലാം സാഹിബ് അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ആർക്കിടെക്റ്റ് ടോണി, ലോകപ്രശസ്തനായ ആർക്കിടെക്റ്റ് ടോണി ഒരു പൈസ വാങ്ങാതെയാണ് നമുക്കിതിൻ്റെ മുഴുവൻ ഡിസൈൻ ചെയ്ത് തന്നത്. അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്ടർ നിർമ്മാൺ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ മനോഹരമായ ഒരു തൂവലായിരിക്കും ഈ നിർമ്മാണം എന്നുള്ളത് പറയാതെ, നിർമ്മാൺ കമ്പനിയുടെ ഈ നിർമ്മാണം എത്തിയ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന മലബാർ ടെക്, അവരും എല്ലാം ഒരു വല്ലാത്ത സൗജന്യ നിരക്കിലും അതുപോലെ തന്നെ വളരെ ഡിവോഷന് കൂടിയാണ് ചെയ്തു തന്നത്. ടോണി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, വളരെ സന്തോഷം. ആർക്കിടെക്റ്റ് ടോണിയെ അറിയാത്തവർ മലയാളികളായി ഉണ്ടാവില്ല, അത്ര പ്രശസ്തനാണ്, ലോക പ്രശസ്തനാണ്. പക്ഷേ അദ്ദേഹം ഈ സ്റ്റേജിലുണ്ട്. അദ്ദേഹത്തെ തങ്ങൾക്ക് ഹസ്തദാനം ചെയ്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തങ്ങൾക്ക് ഹസ്തദാനം ചെയ്തതാണ്. തങ്ങൾ ഹസ്തദാനവും കൂടാതെ അദ്ദേഹത്തിന് ഈ മൊമെൻ്റ് ഓർക്കാൻ വേണ്ടി ഒരു മൊമെൻ്റോയും കൊടുക്കുന്നുണ്ട്. അതിന് കൂടി ഇൻവൈറ്റ് ചെയ്യും. സ്നേഹഭവനങ്ങളുടെ മനോഹരമായ രൂപകൽപ്പന ചെയ്തു എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം, ഇവിടെ തങ്ങളുടെ മുമ്പിൽ 2 റിക്വസ്റ്റ് വന്നു. ആരാധനാലയങ്ങൾ, അതായത് അത് ഇവിടെ താമസിക്കുന്നവർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമാണെങ്കിൽ അതും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആരാധനാലയം വേണമെങ്കിൽ അതും ഇതിന് സമീപത്തായി ഉണ്ടാക്കി കൊടുക്കും. ആ റിക്വസ്റ്റ് വന്ന സ്ഥിതിക്ക് അത് കൂടി എന്നോട് മെൻഷൻ ചെയ്യാൻ ബഹുമാനപ്പെട്ട തങ്ങളോട് പറയും. ഇത്ര മനോഹരമായി പ്രിയപ്പെട്ടവരെ, വേദിയിരിക്കുന്ന ബഹുമാനായ സാദിഖ് ശിഹാബ് തങ്ങളടക്കമുള്ള, കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള, നമുക്കൊക്കെ പ്രിയങ്കരനായ ടോണി അടക്കമുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഇതിൽ കാണേണ്ടത് ടോണി, നമ്മൾ ആർക്കിടെക്ട് ടോണി എപ്പോഴും പറയും, 4 ദിവസം മുമ്പ് ഫിറോസിനോട് പറഞ്ഞു, ജിഷാനോടൊക്കെ, ഗിന്നസ് ബുക്കിൽ വരേണ്ട ഒരു നിർമ്മാണ പ്രവർത്തനമാണ് മുസ്ലിം ലീഗിൻ്റെ ഈ ഭവന നിർമ്മാണം എന്ന്. 53,000 സ്ക്വയർ ഫീറ്റ് 4.5 മാസം കൊണ്ടാണ് ഇത് മനോഹരമാക്കിയത് എന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുമായി സഹകരിച്ച എല്ലാവരോടും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായപ്പോൾ എല്ലാ പാർട്ടിയുടെ കൂടെയും ഞങ്ങളുടെ കൂടെയൊക്കെ നിന്ന് ചേർത്ത് പിടിച്ച് എല്ലാവിധ സഹായ സഹകരണം നൽകിയ എല്ലാവരോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് മേപ്പാട് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി, മേപ്പാട് പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, മേപ്പാടി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ, KSEBിയിലെ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, അതേപോലെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ മന്ത്രി അടക്കം നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തിന് നമുക്ക് എല്ലാവിധ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അവരോടുള്ള നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ട. തങ്ങളും ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബും പറഞ്ഞ പോലെ ആപ്പിൽ പൈസ കയറ്റണം. ഇനി 7 കോടി റുപ്യ ബാക്കിയുള്ളൂ, 18 കോടി കൂടി വേണം. മെയ് 31-ാം തീയതി ഇത് തീർക്കാമെന്ന് പറഞ്ഞതാണ്. നെഞ്ഞ് പടക്കണം എനിക്കുണ്ട്. കാരണം ഇതിന് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ, നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കലക്ഷന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങണമെന്നും കൂടി സാന്ദർഭികമായി അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഞാനൊരു ചെറിയ കണക്ക്, നമ്മുടെ ഭൂമി വാങ്ങിയത് 11 ഏക്കർ 22 സെൻറ്റ് സ്ഥലമാണ്. 12,84,00,000 രൂപയാണ് നമുക്ക് സ്ഥലത്തിനായത്. രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, കംപ്ലീറ്റ് അക്കൗണ്ട് മണി ആയിട്ട് അതിന് 1,27,00,000 രൂപയാണ് വന്നത്. അങ്ങനെ ഭൂമി ഇനത്തിൽ നമുക്ക് സ്ഥലത്തിന് 14,14,00,000 രൂപ വന്നു. ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് 22,60,60,000 രൂപ വരും. നമ്മുടെ 105 വീടാണ് കൊടുക്കുന്നത്. 6.25 കോടി രൂപയോളം ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്, ഇതിൻ്റെ ഇൻ്റർലോക്ക് റോഡുകൾ, മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, സൈറ്റ് ലെവലിങ്, എല്ലാ വർക്ക്, അതുപോലെ പാർക്ക് ഒക്കെ ഇതിനുള്ള ചെലവ് വരും 6.25 കോടി. അങ്ങനെ മൊത്തം 55 കോടി രൂപേൻ്റെ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ പ്രൊജക്റ്റ്. നമ്മൾ 11,31,00,000 രൂപ ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തു. ഇനി 7 കോടി രൂപയുള്ളൂ. അപ്പോൾ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു നമ്മുടെ MP-മാരോട്, അപ്പുറത്ത് തോടുണ്ട്, ഇത് നമുക്കറിയാം, ചെളിത്തോട്. ആ തോടിൻ്റെ സൈഡ് കെട്ടണം.
നമ്മുടെ ബഹുമാനായ രാജ്യസഭ എം പിമാരും ലോക്സഭ എം പിമാരുണ്ട്. അവർക്കൊക്കെ റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുന്നുണ്ട്. അവരോട് നമ്മുടെ ഇതിലേക്കുള്ള മറ്റ് സൈഡ് പ്രൊട്ടക്ഷന് ഉള്ള കാര്യങ്ങൾക്കുള്ള ഫണ്ട്, അതായത് തോടിൻ്റെ സൈഡ് പ്രൊട്ടക്ഷന്, അല്ല ഇതിൻ്റെ ഉള്ളിലെ മതിൽ കെട്ടാനല്ല, അത് കെട്ടാനുള്ള ഇത് അവരിൽ നിന്ന് നമുക്ക് ഫണ്ട് ലഭ്യമാവും. നമ്മുടെ എം പിമാരൊക്കെ തങ്ങളുടെ ആഹ്വാനം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് വേണ്ട നടപടി അവരുടെ ഭാഗത്തുനിന്ന് വഹാബ് സാഹിബിൻ്റെയും ഹാരിസ് ബിലാൻ സാഹിബിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. പരിപാടി ഗംഭീരമാക്കി തന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഇത്ര മനോഹരമായി രൂപകൽപ്പന ചെയ്യുകയും ഇതിൻ്റെ പരിപൂർണ അർത്ഥത്തിലെത്തുന്നത് വരെ ഇതിനോടൊപ്പം ചേർന്നിന്ന ലോകത്ത് തന്നെ അറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ ആർക്കിടെക്ട് ടോണി ജോസഫ് സർ, അദ്ദേഹത്തിനുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സ്നേഹോപഹാരം സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിൽ സമർപ്പിക്കുകയാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹഭവനങ്ങൾ ഫുൾ ഫ്ലഡ്ജ് ആകുന്നത് വരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ മനോഹരമായ ഇതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്നത് വരെ ഇതിനെല്ലാം രീതിയിലും നേതൃത്വം നൽകിയ, ഒരുപക്ഷെ കൂടുതലൊരു പരിചയപ്പെടുത്തലിനൊന്നും ആവശ്യമില്ലാത്ത ആർക്കിടെക്ട്, ഇതിനെല്ലാം സൂപ്പർവിഷൻ നടത്തി ഇത്ര മനോഹരമാക്കിയ നിർമാൻ മുഹമ്മദ് അലി സാഹിബിന്റെയും മലബാർ ടെക് അക്ബർ സാഹിബിന്റെയും എല്ലാം സാന്നിധ്യത്തിൽ ഇതിന്റെ ആർക്കിടെക്ട് കൂടിയായി ഇതിന് നേതൃത്വം നൽകിയ, സൗജന്യമായി ഇതിന് നിർമ്മാണം പൂർത്തിയാകുന്നത് വരെ മേൽനോട്ടം വഹിച്ച ശ്രീ ടോണി ജോസഫ് സാർക്കുള്ള സ്നേഹോപഹാരം, മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ സ്നേഹോപഹാരം ഈ വേദിയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ആർക്കിടെക്ട് ടോണി നമ്മളോട് 2 വാക്ക് സംസാരിക്കണതിന് ₹1 ഫീസ് വാങ്ങിയിട്ടില്ല, ഒരു ഫോട്ടോ സെറ്റിൻ്റെ കായ് വാങ്ങിയിട്ടില്ല, പ്ലാനും ഒക്കെ എല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്തത്. വരച്ചതും പിടിച്ചതും വന്നതും ഒക്കെ ഒരു വണ്ടി കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നില്ല. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ബഹുമാന്യ നമ്മുടെ ആർക്കിടെക്ട് ടോണി നമുക്ക് ചെയ്തത്. അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും അദ്ദേഹത്തോട് രേഖപ്പെടുത്തുന്നു. ഡൽഹിയിലെ കായിക സെന്റർ രൂപകൽപ്പന ചെയ്തത് ടോണി സാറാണ്. അതിന് കായ് വാങ്ങിക്കണ്. ഞാൻ ഒരു പ്രാസംഗികനല്ല. ഇവിടെ ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്നിട്ട് 2 വാക്ക് പറയാന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് ഈ ലീഗിൻ്റെ ഭാരവാഹികൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പലരും വരും ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷേ ആ വന്നവരുടെ എല്ലാം ആ ഒരു സിൻസിയറിറ്റിയും അവരുടെ ദ വേ വിത്ത് വിച്ച് ദ വേർ സോ ഇൻവോൾവ് വിത്ത് ഇറ്റ്, അത് ഞങ്ങൾക്കെല്ലാം, ഞാനും എൻ്റെ പാർട്ട്ണർ ഹരീഷും ഉണ്ട്, ഞങ്ങൾക്ക് ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. എല്ലാവരും ദേ വാണ്ടഡ് ദ ബെസ്റ്റ്. അത് എത്രയും വേഗം ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ ദേ വാണ്ടഡ് എവറിത്തിങ് ടു ബി ബെസ്റ്റ്. ഒരു കോംപ്രമൈസും ചെയ്യല്ലേ. സാധാരണ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, കോസ്റ്റ് അത്രയും കുറയ്ക്ക്, അത് ഇതായാലും കുഴപ്പമില്ല എന്നെല്ലാം പറയും. ഈ കേസിൽ ദേ ഡിഡ്ന്റ് കോംപ്രമൈസ് എനിത്തിങ്. സോ ഐ ഹാവ് ടു കോംപ്ലിമെൻറ്റ് all the officials of the Muslim League for that. And some people, ഈ ബഷീറിനെ കൊണ്ട് രക്ഷയില്ല. ബഷീറിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഡെയിലി വിളിച്ച് അവസാനം ബ്ലോക്ക് ചെയ്യണമെന്ന് വരെ വിചാരിച്ചു. പക്ഷേ പുള്ളിയുടെ എല്ലാം ആ ഒരു പാഷനും ഇൻട്രസ്റ്റും ഞങ്ങൾക്കും ഞങ്ങളുടെ ഓഫീസിനും എല്ലാം ഒരു മാതൃകയായി. അത് സോ ആൻഡ് ദ കോൺട്രാക്ടേഴ്സ്, നിർമ്മാണം എല്ലാവരും, all of them, the way they involved, it was an eye opener for all of us. And I wish all the people who got the house, I hope they are all happy. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടെന്ന് വിചാരിക്കുന്നു. വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സ്റ്റെയർ കേസിനുള്ള പൊസിഷൻ ഇസ് ദെയർ. എന്ത് വേണമെങ്കിലും ഭാവിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട് ഈ വീടിന്. മറ്റുള്ള ബാക്കിയുള്ള വീടുകളുമാതിരി അല്ല. സോ എല്ലാ സൗകര്യവും നോക്കി ഇട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ആൻഡ് ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്തിട്ടുള്ള വീടാണ്. താങ്ക് യു വെരി മച്ച്.
Thank you, Tony sir. Also, thank you, Mr. Harish, architect. മുസ്ലിം ലീഗിന്റെ ആദരണീയനായ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. അഭിനന്ദനായ ശ്രീ സദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിം ലീഗ് ഏത് നന്മയുടെ കാര്യത്തിലും ഒരു പടി മുമ്പിലാണ്. പ്രത്യേകിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ, സങ്കടപ്പെടുന്നവൻ്റെ കാര്യത്തിൽ, അവിടെ എല്ലാം ഓടിയെത്തുന്ന അനുഗ്രഹീതമായൊരു പശ്ചാത്തലം സർവശക്തൻ മുസ്ലിം ലീഗിന് നൽകിയിരിക്കുന്നുവെന്നത് ഒരു ചെറിയ കാര്യമല്ല, വലിയൊരു ഭാഗ്യമാണ്. ഈ ഭവനവും അതിനോടനുബന്ധിച്ച മറ്റു കാര്യങ്ങളും ഇതിനൊക്കെ മകുടം ചാർത്തുന്ന ഏറ്റവും വലിയ നടപടിയാണ്. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നു ഇതൊരു ഭവനം മാത്രമല്ല, ഒരു സ്വപ്ന വീട് മാത്രമല്ല, അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊരു പാഠശാല കൂടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി പഠിക്കാനുണ്ട്. മനുഷ്യബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് കൂടിയ ആളുകളെപ്പറ്റി പഠിക്കാൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും വരുന്ന വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ ആദ്യം വരേണ്ടത് ഈ സ്ഥാപനത്തിലേക്കായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്രയ്ക്ക് മാതൃകാപരമായ ഒരു കാര്യം ചെയ്തതിന് നമ്മുടെ സംഘടനയ്ക്ക് അഭിമാനമുണ്ട്, അതിലെ പ്രവർത്തകന്മാർക്ക് അഭിമാനമുണ്ട്. വളരെ ഭംഗിയായി ഈ നിർമ്മാണ ജോലിയും മറ്റു കാര്യങ്ങളും നേതൃത്വം കൊടുത്ത സംഘാടക കമ്മിറ്റിക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് സർവശക്തൻ നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇനിയും എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ മുന്നോട്ട് വന്ന് കാണിച്ച ഈ മാതൃക എല്ലാവരും പിന്തുടരുമാറാകട്ടെ എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, അഭിവാദനങ്ങൾ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഇവിടെ ദുരന്തമുണ്ടായ സമയത്ത്, ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്ന കാലത്ത് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വന്ന വളണ്ടിയർമാർക്കും ദുരിത മേഖലയിലെ ആളുകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും മിലിറ്ററിക്ക് വരെ ഭക്ഷണം നൽകിയ വൈറ്റ് ഗാർഡിൻ്റെ നാദാപുരം മണ്ഡലത്തിലെ നരിപ്പറ്റ വൈറ്റ് ഗാർഡ് ദിവസങ്ങളോളം, മാസങ്ങളോളം ഭക്ഷണം വിതരണം ചെയ്തിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞു പോകുന്ന നിങ്ങൾക്കൊക്കെ ആ നരിപ്പറ്റ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെ വക ഇഫ്താർ കിറ്റുകൾ തന്നയക്കുന്നുണ്ട്. നമ്മുടെ ഗേറ്റിൻ്റെ തൊട്ട് പുറത്ത് ഇഫ്താറിനാവശ്യമായ സാധനങ്ങളും ഒരു ചെറിയ ബിരിയാണി കിറ്റും നിങ്ങൾക്ക് തന്നയക്കും. പോകുന്നവരൊക്കെ അത് വാങ്ങിയിട്ട് പോകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിർമ്മാൺ കൺസ്ട്രക്ഷൻ മുഹമ്മദ് സാഹിബാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 2 വീട് അദ്ദേഹം നമുക്കിതിന് സൗജന്യമായി നമുക്ക് ചെയ്തു തരുന്നതിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മലബാർ ടെക് കൺസ്ട്രക്ഷൻ കമ്പനി മലപ്പുറം അക്ബർ റഫീഖും ആണ്. അവരാണ് നമുക്ക് കിണർ, ടാങ്ക്, എല്ലാ വീട്ടിലുള്ള പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്ത് അവരൊക്കെ ഫ്രീ ആണ്. അതുകൂടി ഇങ്ങോട്ട് അറിയിക്കുകയാണ്. സമാദരണീയരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മഹാസംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നീതമായ അഭിവാദ്യം. സമാദരണീയരായ നേതാക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ത്യൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 105 വീടുകളിൽ 51 വീടുകൾ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട 51 കുടുംബങ്ങൾക്ക് ഇന്നിവിടെ നൽകപ്പെടുകയാണ്. ഈ മഹത്തായ കർമ്മത്തിൽ പങ്കാളികളായ എല്ലാവർക്കും സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെ പുതുതായി താമസം തുടങ്ങുന്ന കുടുംബങ്ങൾക്ക് വളരെ സന്തോഷകരമായ ആരോഗ്യകരമായ ജീവിതം സർവശക്തൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ച് എല്ലാവിധ വിജയം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി.വി. അബ്ദുൽ വഹാബ് MP
ഈ മഹാസംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെയും പാർട്ടിയുടെയും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയനായ MLA ടി സിദ്ദീഖ് അവർകളെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദുരന്തമാണെങ്കിലും സാമൂഹ്യ ജീവിതമാണെങ്കിലും മുറിവുണക്കാനും സ്നേഹലേപനം പുരട്ടാനും മുസ്ലിം ലീഗിനേക്കാൾ വലിയൊരു ഭിഷഗ്വരൻ നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും മഹത്തായ സ്നേഹപ്രഖ്യാപനമാണ് ഈ സ്നേഹഭവനത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ്. കൽപ്പറ്റയിലെ ജനങ്ങളെ ഒരു ദുരന്തത്തിൻ്റെ നടുവിൽ ചേർത്ത് നിർത്തി അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ എല്ലാവരെക്കാളും മുമ്പിൽ നിന്ന് നയിച്ച മുസ്ലിം ലീഗിനെ ഹൃദയസമക്ഷം അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ആദരണീയരായ KPA മജീദ് സാഹിബ് ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനവും നാട്ടുകാർക്ക് കൊടുത്ത ഉറപ്പും പാലിച്ചുകൊണ്ട് ഈ ദുരന്തത്തിൽ ഇരയായിട്ടുള്ള ആളുകൾക്ക് മനോഹരമായിട്ടുള്ള ഭവനം നിർമ്മിച്ച് യാഥാർത്ഥ്യമാക്കുന്ന ഈ ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരോടൊപ്പം തന്നെയും ഞാനും സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ MP ഈ സംഗമത്തിന് ആശംസകൾ നേരുകയാണ്. സാദരം ക്ഷണിക്കുന്നു. മുസ്ലിം ലീഗിന് ഈ തരത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് 3-4 PK-മാരും 2-3 PMA-മാരും മതി എന്നുള്ളതാണ്. ഒരു PK കുഞ്ഞാലിക്കുട്ടി, ഒരു PK ബഷീർ, ഒരു PK ഫിറോസ്, നമുക്ക് PMA സലാമും ഉണ്ട്, PMA സമീറും ഉണ്ട്. അത്രയും മതി ഇത്രയും ഉണ്ടാക്കാനുള്ള ഒരു പാർട്ടിയായി എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ മനുഷ്യത്വം, മനുഷ്യരെ കൂട്ടിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എല്ലാവർക്കും മാതൃകാപരമായ രാഷ്ട്രീയമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, സ്നേഹഭവനങ്ങളുടെ സമർപ്പണത്തിൻ്റെ ധന്യവും ഊഷ്മളവുമായ ഈ വേദി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ബാക്കിയുള്ള 49 കുടുംബങ്ങൾക്ക് കൂടിയുള്ള ഡോക്യുമെൻറ്റും അതിൻ്റെ കീയും നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് കൂടി നമ്മുടെ വേദി വഴിമാറുകയാണ്. വിശിഷ്ട വ്യക്തികളുടെ എല്ലാ മഹനീയ സാന്നിധ്യം കൊണ്ടും മഹത്തായൊരു സംസ്കൃതിയുടെയും സംരംഭത്തിൻ്റെയും ഉയർച്ച കൊണ്ടും അത്ഭുതവും അഭിമാനവുമായി മാറിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മഹാസംരംഭത്തിൻ്റെ ബാക്കിയുള്ള 49 കുടുംബങ്ങൾക്ക് കൂടിയുള്ള വീടുകൾ ഇവിടെ ആദരണീയരായ നേതാക്കൾ സമർപ്പിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് ഈ നഗരിയും വേദിയും വഴിമാറുകയാണ്. അതിന് മുമ്പിൽ എല്ലാവരും ഒന്ന് ഓർഡറിലാക്കണം. വൈറ്റ് കാർഡ് അവരൊന്ന് ഓർഡറിലാക്കണം. ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഒന്നാണ് മാറിക്കൊടുക്കണം. ഓർഡറിലാക്കട്ടെ. നമ്മൾ ഇവിടുത്തെ ഇൻമേറ്റ്സിനെ നേതാക്കന്മാർക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബാക്കിലേക്ക് മാറിക്കൊടുക്കണം. വൈറ്റ് കാർഡ് പറയുന്ന മാതിരി ചെയ്യണം. ഈ ചടങ്ങിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അവറുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദരണീയരായ നേതാക്കളെ, ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ കൈമാറുന്ന 51 ഭവനങ്ങളിൽ 2 ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മമാണ് വേദിയിൽ നടന്നത്. ബാക്കിയുള്ള 49 പേർക്ക് അവർ വരിയായി ഇവിടെ നിൽക്കുകയും അതിൻ്റെ മുന്നിൽ നിന്ന് വൈറ്റ് കാർഡ് അടക്കമുള്ള ആളുകൾ മാറിക്കൊടുക്കുകയും ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റ് നേതാക്കളും
ഈ വേദിക്ക് താഴെ വന്ന് അവർക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ രേഖ കൈമാറുന്ന അതിമനോഹരമായ ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ബഹളം വെക്കാതെ ഈ സ്റ്റേജിൻ്റെ താഴെയുള്ള ആളുകൾ അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ഗുണഭോക്താക്കളുടെ പിറകുവശത്ത് മാത്രമേ ആളുകൾ നിൽക്കാൻ പാടുള്ളൂ. മുൻപിൽ ആരും കയറരുത്, ബാക്കിൽ എല്ലാവരും നിൽക്കുക ഒന്നിച്ച്. ഇപ്പോൾ ഓർഡറിലാണ്, അതിന്റെ മുന്നിൽ ആരും വൈറ്റ് ഗാർഡ് അടക്കം മുന്നിൽ മാറിക്കൊടുക്കും. ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട നേതാക്കൾ അവിടെ വന്ന് അവിടെ വെച്ച് അത് നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഷീർ ഒരു കാര്യം, അബ്ദുൽ നാസർ, നമുക്കറിയാം നമ്മുടെ ഈ മഹത്തായ ചടങ്ങിലേക്ക് ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകന്മാർക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ നമ്മുടെ മേപ്പാടി ഭാഗത്തും മുട്ടിൽ ഭാഗത്തുമായി ഇപ്പോഴും ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അബ്ദുൽ നാസർ, വെളുഗിരി, എം തമ്പി രാജ്കുമാർ വെളുഗിരിന്റെ. അതുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങിലേക്ക് വെളുഗിരിക്ക് മുമ്പായിട്ട് പലർക്കും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എം തമ്പി എന്നത് അവരോടുള്ള സംഘാടകരായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കണക്കുകൂട്ടുകളും ഇവിടെ തെറ്റിയിരിക്കുകയാണ്. ഈ മഹത്തായ ചടങ്ങിന് നന്ദി പറയുക എന്നതാണ് എൻ്റെ ചുമതല. ഞങ്ങൾക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്താനുള്ളത് മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടാണ്. കാരണം ബഹുമാനപ്പെട്ട തങ്ങളോടൊപ്പം വളരെ ചുരുങ്ങിയ നേതാക്കന്മാർ മാത്രമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ. എങ്കിലേ ആ ചടങ്ങ് ഭംഗിയായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. സക്കീർ VS, ഷെരീഫ ബീഗം, ഷറഫുദ്ദീൻ M, യൂനുസ് A, സലീം KM, ബീരാൻ, അംസ CM, ചിന്നപ്പൻ, മുഹമ്മദ് ഷാഫി, സഫീർ, സെയ്ദലവി, ഷംന CP, ഫിർഷാദ്, സൈഫുദ്ദീൻ KS, സഫാദ് K, ഇല്യാസ്, മുഹമ്മദ് സാബിർ, നാസർ P, ദേവകി, രാജേശ്വരി, PT റസാക്ക്, സരോജിനി, മുനീർ, ശാരദ, അബ്ദുൽ ലത്തീഫ് K, മുഹമ്മദ് അലി, CK മുഹമ്മദ്, ഭാരതി K, സുൽഫിക്കർ അലി K, അബ്ദുൽ നാസർ K, മുഹമ്മദ് അലി PA, ജമീല, ചന്ദ്രൻ, മിനിമോൾ, സാജിദ, സുമതി, ഷംസുദ്ദീൻ, വിനിമോൾ N, കാണുന്നില്ല, വിനിമോൾ, ജംഷീർ, അബ്ദുൽ നാസർ, രാജ്കുമാർ വെളുഗിരി, M തമ്പി, ബഷീർ PP, കുഞ്ഞി മുഹമ്മദ്.
ടോട്ടൽ 51. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ രേഖാസമർപ്പണ ചടങ്ങ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിന് മുന്നേ ഈ മഹത്തായ ചടങ്ങിന് നന്ദി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും നന്ദി പറയേണ്ടത്, നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടാണ്. ഈ ദുരന്തമുണ്ടായ സമയത്ത് ആദ്യ മണിക്കൂറിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ആ ദുരന്തമുഖത്ത് വരികയും അവിടെ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായ പങ്ക് വഹിക്കുകയും നിമിഷ നേരം കൊണ്ട് നൂറുകണക്കിന് ആംബുലൻസും ആയിരക്കണക്കിന് വൈറ്റ് ഗാർഡും അതെല്ലാം അവിടെ സജ്ജീകരിച്ചുകൊണ്ട് ഒന്നാം ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഊന്നൽ നൽകിയിരുന്നത് ആ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായിരുന്നു. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും അവിടെ സന്ദർശിച്ചു മടങ്ങി. എന്നാൽ ആ ദുരിതബാധിതർക്ക് അടിയന്തര സഹായം സർക്കാരിൻ്റേത് എത്തിക്കുന്നതിന് മുമ്പ് മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്നാണ് ആ ദുരന്തമുഖത്തുണ്ടായ 691 കുടുംബങ്ങൾക്കും ആദ്യമായിട്ട് അവരുടെ കൈകളിലേക്ക് ഒരു തുക വന്നു ചേർന്നിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം കൊടപ്പനക്കലിലെത്തി പിറ്റേ ദിവസം തന്നെ ഇവിടെ ഒരു ഉപസമിതി PK ബഷീർ സാഹിബ് MLA നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുകയും രണ്ടാമത്തെ ദിവസം മുഖ്യമന്ത്രി വയനാട്ടിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തിയപ്പോൾ ഈ ദുരന്തമുഖത്ത് അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെക്കുകയും മൂന്നാം ദിവസം വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ മഹാനായ തങ്ങൾ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു. ഈ ദുരന്തമുഖത്ത് ചെയ്യാവുന്നതും കഴിയാവുന്നതുമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുക മാത്രമല്ല, അന്ന് തന്നെ ബഹുമാന്യനായ തങ്ങൾ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പോൾ ഇവിടെയുള്ള തിരൂരിലെ ബഹുമാന്യനായ ബാബു സാഹിബ് 50 ലക്ഷം രൂപ അതിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് അതിൻ്റെ തുടക്കം കുറിച്ചപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ കോടികളിൽ സമാഹരിച്ച് 36 കോടി 50 ലക്ഷം രൂപയാണ് അതിലൂടെ സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. മഹാനായ തങ്ങൾ വീണ്ടും വയനാട്ടിൽ വന്നു. മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ സാഹിബ് അടക്കം, ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ തങ്ങളന്ന് 100 ഭവനങ്ങളുടെ സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തുകയും മനോഹരമായി ആ 105 വീടുകളിൽ 51 വീടിൻ്റെ പൂർത്തീകരണം നടത്തി ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ കരങ്ങളാൽ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്ന ഈ ഘട്ടമെത്തുന്നതിൽ ഈ നിമിഷം വരെ വയനാടിനെ ചേർത്ത് പിടിച്ച മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ഓരോ ദിവസവും ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുകയും ഞാൻ ഒരു കാര്യം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദുരന്തമുഖത്ത് മരണപ്പെട്ട 100 കണക്കിന് ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വയനാടിൻ്റെ വിവിധ പൊതുശ്മശാനങ്ങളിൽ ആ മയ്യത്തുകൾ മറവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടി ഇവിടുത്തെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം KK അഹമ്മദ് ഹാജിയുടെയും സി മമ്മൂട്ടി സാഹിബിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ കലക്ട്രേറ്റിൽ ചെന്ന് അതിനെ തടഞ്ഞപ്പോൾ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മുഖ്യമന്ത്രിയെ വിളിച്ചുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കിയത്. അങ്ങനെ മുസ്ലിം ലീഗ് കണ്ടെത്തിയ പൊതു ശ്മശാനത്തിലാണ് ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ ജില്ലയുടെ പല ഭാഗങ്ങളിൽ മറവ് ചെയ്യുമായിരുന്ന ആ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒന്നിച്ച് അവിടെ കബറടക്കം ചെയ്തു. ഒരു കാര്യം കൂടി പറയട്ടെ,
DNA പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ ബന്ധുക്കൾ കബറിടങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ കഴിഞ്ഞ ജൂലൈ 30 ഒരു വർഷം പിന്നിട്ടപ്പോൾ ആ ശ്മശാനത്തിൽ മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ പ്രാർത്ഥനയ്ക്കെത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഓരോ കബറിൻ്റെയും അരികിൽ നിന്നുകൊണ്ട് വിതുമ്പുന്ന ബന്ധുക്കളെയായിരുന്നു. അന്ന് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അവരിന്ന് വയനാടിൻ്റെ വിവിധ പൊതുശ്മശാനങ്ങളിൽ അന്തിയുറങ്ങേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇതിന് സൗകര്യം ചെയ്തു തന്ന ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അഗൈതവമായി ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് മനോഹരമായി വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനത്തെയും മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ നമ്മോട് പ്രസംഗിച്ച ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് ഈ സംഘാടക സമിതിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അവരുടെ പ്രസംഗം മനോഹരമായി പരിഭാഷപ്പെടുത്തിയ പ്രിയപ്പെട്ട അബ്ദുസമദ് സമദാനി സാഹിബ്, ഇവിടെ നമ്മോട് സംസാരിച്ച ET മുഹമ്മദ് ബഷീർ സാഹിബ്, PV അബ്ദുൽ വഹാബ് സാഹിബ്, ബഹുമാന്യനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ ആരിസ് ബീരാൻ MP തുടങ്ങിയ നേതാക്കന്മാരോടെല്ലാവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി പറയുകയാണ്. മറ്റൊരു കാര്യം പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, ഈ 51 വീടുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നറുക്കെടുപ്പ്. ആ സമയത്ത് ഞങ്ങളോട് സ്വകാര്യമായി പലരും പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിട്ട ആ 4-ാം നമ്പർ പ്ലോട്ട്, ആ ഭവനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നറുക്കെടുപ്പ് കിട്ടിയപ്പോൾ ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നറുക്കെടുത്ത ആ വീട് പ്രിയങ്കരിയായ സരോജ എന്ന് പറയുന്ന സഹോദരിക്കാണ് ആ വീട് ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം പറയട്ടെ, ഈ വീടിൻ്റെ നറുക്കെടുത്തപ്പോൾ ആദ്യമായി നറുക്ക് കിട്ടിയത്, ഇതിൻ്റെ ആദ്യത്തെ ഫ്ലോട്ട് കിട്ടിയത് പ്രിയപ്പെട്ട നിസാർ അഹമ്മദിനായിരുന്നു. ആ നിസാർ അഹമ്മദിൻ്റെ മാതാവും പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും 3 മക്കളും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരാണ്. അവർക്ക് ഒരു ഭാഗത്ത് സന്തോഷമുണ്ടാകുമ്പോഴും ഇന്ന് ഈ താക്കോൽ ഏറ്റുവാങ്ങിയിട്ടുള്ള 51 പേരിൽ ഏതാണ്ട് 39 പേരുടെയും ഉറ്റവരും ഉടവയരുമായ ബന്ധുക്കൾ മരണപ്പെട്ടു പോയവരാണ്. ആ വികാരവും ആ പ്രയാസവും അവർ മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് ഈ സന്തോഷത്തിൽ അവർ പങ്കുചേരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇവിടെ നോമ്പ് തുറക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്നത് നരിപ്പറ്റ പഞ്ചായത്തിലെ വൈറ്റ് ഗാർഡിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരാണ്. റഫീഖ് സാഹിബിൻ്റെയും അതുപോലെ തന്നെ കമറുവിൻ്റെയും നേതൃത്വത്തിലുള്ള ആ ടീമാണ് നമ്മളെ ദുരന്തമുണ്ടായ സമയത്ത് 5-6 ദിവസം, ഒരു ദിവസം 10,000-കണക്കിന് ആളുകൾ, രക്ഷാപ്രവർത്തകന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, മിലിട്ടറി, അവരെല്ലാവരും അന്ന് കള്ളാടിയിൽ ഭക്ഷണം കഴിച്ചത് ഈ നരിപ്പറ്റയിലെ സഹോദരന്മാർ ഏർപ്പെടുത്തിയ കമ്മ്യൂണിറ്റി കിച്ചണിലായിരുന്നു. ഇന്ന് നമുക്ക് അവർക്ക് വിഭവസമൃദ്ധമായ ഈ ഇഫ്താർ ഇവിടെ കൂടി എല്ലാവർക്കും സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട നരിപ്പറ്റയിലെ വൈറ്റ് ഗാർഡ് ടീമാണ്. അവരെ സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉപസമിതി കൺവീനർ, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച നേതൃത്വം വഹിച്ച പ്രിയങ്കരനായ PK ബഷീർ സാഹിബ് MLA, അംഗങ്ങളായ C മമ്മൂട്ടി സാഹിബ്, ജിഷാൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, പ്രിയപ്പെട്ട P ഇസ്മായിൽ, മുസ്ലിം ലീഗിൻ്റെ വയനാട് ജില്ലാ അധ്യക്ഷൻ KK അഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി PMA സമീർ സാഹിബ് ഉൾപ്പെടെയുള്ള ഈ ടീമാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏകോപിപ്പിക്കുകയും ചുക്കാൻ പിടിക്കുകയും ചെയ്തത്. അവരെ എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സ്ഥലം, മനോഹരമായ ഈ സ്ഥലം, ഇത് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഉടമകൾ അത് വിൽക്കാൻ വെച്ചതല്ല, മറിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂമി നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഭൂമി നൽകിയ
പ്രിയപ്പെട്ട കണ്ടിലേരി സംജിത്ത്, അദ്ദേഹത്തിൻ്റെ മാതാവ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി സജ്ന ഉൾപ്പെടെയുള്ള അവരുടെ ഭൂമിയാണ്. വലിയ വില കിട്ടാവുന്ന ഈ ഭൂമി തികച്ചും ഒരു കൺസെഷൻ റേറ്റിലാണ് അവർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ രണ്ടാം പ്രൊജക്റ്റ് നടക്കുന്ന ഇതിൻ്റെ തൊട്ടടുത്തുള്ള 3 ഏക്കർ ഭൂമി അത് നമുക്ക് നൽകിയത് ബഹുമാന്യനായ അഡ്വക്കേറ്റ് കെ മൊയ്തു സാഹിബാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു വാക്ക് പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഭൂമി തരാൻ നമുക്ക് തയ്യാറായത്. അദ്ദേഹത്തിനോടും ഈ സന്ദർഭത്തിൽ നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം ടോണി ജോസഫ് സാർ മനോഹരമായി ഇതിൻ്റെ ആർക്കിടെക്ട്, അതിൻ്റെ നിർമ്മാണപരമായിട്ടുള്ള ചാരുതയാർന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതിന് രൂപവും ഭാവവും നൽകിയ പ്രിയപ്പെട്ട ടോണി ജോസഫിൻ്റെ ഹരീഷിൻ്റെ ഈ നേതൃത്വത്തിലുള്ള ആർക്കിടെക്ട് ഗ്രൂപ്പിന് എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വീടിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റവും ബഹുമാന്യനായ മഞ്ചേരിയിലെ നിർമ്മാൺ മുഹമ്മദ് അലി നിർമ്മാൺ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് അവരാണ്. ഏകദേശം 3-4 മാസം കൊണ്ടാണ് 51 വീടുകൾ ഇത്ര മനോഹരമാക്കി അതിൻ്റെ പണി പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത്. ബഹുമാന്യനായ നിർമ്മാൺ മുഹമ്മദ് അലി ഗ്രൂപ്പിനും അദ്ദേഹത്തിൻ്റെ ഇവിടെ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും അവർക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ ഈ മനോഹരമായ ഈ റോഡ് നിർമ്മിച്ചത്, ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ നിർമ്മിച്ചത്, ഇനി ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന മനോഹരമായ ഗേറ്റ്, അതെല്ലാത്തിൻ്റെയും ചുമതല പ്രിയപ്പെട്ട അക്ബറിൻ്റെ നേതൃത്വത്തിലുള്ള മലബാർ ടെക് ഗ്രൂപ്പിനാണ്. ആ മലബാർ ടെക്കിന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അതിലെ തൊഴിലാളികൾക്കും അതിലെ ജീവനക്കാർക്കും ഈ സന്ദർഭത്തിൽ നേരുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പരിപാടി മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഈ ഫണ്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും വലിയ അത്യധ്വാനം ചെയ്ത മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ തെക്കൻ മേഖലകളിലുള്ള മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റികളോട്, സൗദി നാഷണൽ KMCC, ദുബായ്, UAE, ഖത്തർ, കുവൈത്ത് തുടങ്ങി ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ മുഴുവൻ KMCC നേതാക്കന്മാരോടും അവരുടെയൊക്കെ അധ്വാനത്തിൻ്റെ, വിയർപ്പിൻ്റെ, അവരുടെ സംഭാവനയാണ് നമുക്ക് ഇത്രയും മനോഹരമായ ഈ സംവിധാനം ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത്. അവരോടൊക്കെ തീർത്താൽ തീരാത്ത കടപ്പാടുകളാണുള്ളത്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, ഈ ഭവന നിർമ്മാണത്തിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടി, ഇതിൻ്റെ ഉപസമിതിക്ക് വേണ്ടി അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഇതിന് പാർക്കിംഗ് സൗകര്യമൊരുക്കാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള സഹോദരന്മാർ, അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ അവരുടെ ഉത്സവമായിട്ട് പോലും ആ വിശാലമായ അമ്പലത്തിൻ്റെ, ക്ഷേത്രത്തിൻ്റെ മുറ്റം നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി അനുവദിച്ചു വന്നു. നമ്മുടെ പരിസരത്തുള്ള 2 ചർച്ച്, ആ ചർച്ചിൻ്റെ മുറ്റത്തും പാർക്കിങ്ങിന് വേണ്ടിയും അനുബന്ധമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഈ പ്രദേശത്തെ നല്ലവരായ സഹോദരന്മാർ നമ്മുടെ ഈ പ്രവൃത്തി ആരംഭിച്ചത് മുതൽ നമ്മളിൽ ഒരുവനായി ഇതിനോട് സഹകരിച്ചുകൊണ്ട് നമ്മോട് തോളൊരുമി നിൽക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട നാട്ടുകാരായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, വയനാട് ജില്ലയിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനയുടെയും മുഴുവൻ പ്രവർത്തകന്മാർക്കും, അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് പ്രോജ്വലമായി ഇതിൻ്റെ സംഘാടനത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഉപസമിതിയുടെ നേതാക്കന്മാർക്കും, വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾക്കും, 3 നിയോജകമണ്ഡല മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും.